തൊട്ടേനി തൊട്ടു കണ്ടിൽ വെച്ച് കൂടെ പോണേനി തൊട്ടേനി കണ്ടിൽ വെച്ച് കൂടെ പോണേനി വെളുപ്പിന്റെ പറി. What is up guys? You are already watching Cinema is Life. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്ന പുതിയ ഹിന്ദി ബോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയിൽ നിറങ്ങിയേക്കുന്ന മീം മെറ്റീരിയലായ പരം സുന്ദരിയാണ് ഗൈസ്. ഓ മൈ ഗോഡ്, അൺസൈക്കബിൾ പടമായിരുന്നു ഗൈസ്. പറ്റിയില്ല എന്നെ കൊണ്ട്. ഡയറക്റ്റഡ് ബൈ തുഷാർ ജലോട്ട, സ്റ്റാറിംഗ് ജാൻവി കപൂർ, സിദ്ധാർത്ഥ് മൽഹോത്ര, കുറേ മലയാളി ആക്ടേഴ്സ് ഉണ്ട്. ഇവരെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം. ബട്ട് ലെറ്റ് us ടോക്ക് അബൌട്ട് ജാൻവി കപൂർ ഗൈസ്. ഈ പുള്ളിക്കാരത്തിക്ക് എങ്ങനെ ആഫ്റ്റർ ഗിവിംഗ് കണ്ടിന്യൂസ് ട്രാഷ് പെർഫോമൻസസ് ഇൻ ഓൾ ദ റീസെൻറ്റ് മൂവീസ് ഷീസ് ബീൻ, എങ്ങനെ ഈ പുള്ളിക്കാരത്തിക്ക് പുതിയ പുതിയ ബിഗ് ബഡ്ജറ്റ് ബോളിവുഡ് ഫിലിംസിന് അത് ഹീറോയിൻ്റെ റോൾ കിട്ടുന്നു? ഐ ഹാവ് നോ ഐഡിയ മാൻ, നോ ഐഡിയ. ഷീ ഈസ് നോട്ട് ഈവൻ 1% ഓഫ് ദി ആക്ട്രസ് ദാറ്റ് ഹർ മദർ വാസ്. എങ്ങനെ, ഐ മീൻ ഹർ ഓവറോൾ ആക്ടിങ്, പുള്ളിക്കാരത്തി തുറന്ന് പുള്ളിക്കാരത്തി വായിക്കാത്ത പറയുന്ന ശബ്ദം എന്ന് പറഞ്ഞ ഒരു ഡയലക്റ്റ്, ഇറ്റ്സ് ഓൾ അൺസൈക്കബിൾ. എങ്ങനെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ, ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്നോളാ പാട്ടികളെ. മൂവിയെ കുറിച്ച് പറയുവാണെങ്കിൽ കംപ്ലീറ്റ് സ്റ്റീരിയോടിപ്പിക്കൽ ബുൾഷിറ്റ് ആണ്. ഈ മൂവിയുടെ ട്രെയിലർ കണ്ടപ്പം തന്നെ എല്ലാവർക്കും അറിയാമല്ലോ എന്തുവാ സംഭവിക്കുന്നതെന്ന്. മീം മെറ്റീരിയൽസായി, കോമഡിയായി, എല്ലാം എത്തക്കപ്പെട്ട സുന്ദരി ദാമോദര പിള്ളൈ ഫ്രം തിരുവനന്തപുരം. Pathetic. This movie is just a continuation of the trailer. A lot of stereotypical comedy, mixed with a very boring, very bland, very predictable rom-com story. See, മൂവിയുടെ സ്റ്റോറിയെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മൾ കണ്ടേക്കുന്ന 100,000 rom-comsന്റെ സെയിം ടെംപ്ലേറ്റ് ആണ്, ഒരു ഡിഫറൻസും ഇല്ല. ജസ്റ്റ് ദാറ്റ് ദ കോമഡി ഇസ് ബേസ്ഡ് ഓൺ സ്റ്റീരിയോടൈപ്പ്. ദി ഓവറോൾ സെറ്റിംഗ് ഇസ് കേരളത്തിലെ ട്രഡീഷൻസ് ആൻഡ് കൾച്ചർ കാണിച്ചേക്കുന്നുണ്ട്. ബിക്കോസ് ഓഫ് വിച്ച് പീപ്പിൾ ഹു ആർ നോട്ട് സൗത്ത് ഇന്ത്യൻസ്, അവർക്ക് വേണ്ടി ദിസ് മൂവി മൈറ്റ് ബി എ ഗുഡ് റിഫ്രഷർ. കേരളത്തിൽ പോകാതെ തന്നെ കേരള ടൂറിസം എക്സ്പീരിയൻസ് ചെയ്ത് 300 രൂപ തിയേറ്ററിൽ പോയി കണ്ട്. സോ ദാറ്റ് ഈസ് വൈ ഫോർ നോൺ സൗത്ത് ഇന്ത്യൻ പീപ്പിൾ ദിസ് മൂവി is something new, something sort of a refreshing take on a rom-com with a very new setting. ഈ മൂവിക്കകത്ത് ഒരു പോസിറ്റീവ് മാത്രമേ ഉള്ളൂ, ആൻഡ് ദാറ്റ് ഈസ് ദ സിനിമാറ്റോഗ്രാഫി ഓഫ് ദ ഫിലിം. കേരളത്തിൻ്റെ നാച്ചുറൽ ബ്യൂട്ടി ഇതിൻ്റെ അകത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കാണിച്ചേക്കുന്നുണ്ട്. അതർ ദ നാച്ചുറൽ ബ്യൂട്ടി, ദി ഓവറോൾ ഷോർട്സ്, സീൻസ് ഇൻ ദിസ് ഫിലിം വിഷ്വലി നല്ല ഒരു ബ്യൂട്ടിഫുൾ മൂവിയാണ്. പക്ഷേ അതർ ദാൻ ദാറ്റ് ദർ ഇസ് നോട്ട് എ സിംഗിൾ തിങ് which is good in this film. Story predictable, boring, അതേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന റോം-കോം സംഭവം. ലീഡ് ആക്ടർ ട്രൈങ് ടു വൂ ദ ലീഡ് ആക്ട്രസ്, പക്ഷേ ലീഡ് ആക്ട്രസ് ഹാസ് ഐസ് ഫോർ അനദർ മാൻ, ലവ് ട്രയാങ്കിൾ, സോർട്ട് ഓഫ് ബുൾഷിറ്റ്, സെയിം സ്റ്റഫ്. ഇതിനകത്ത് പിന്നെ കുറേ മലയാളി ആക്ടേഴ്സ് ഉണ്ട്. രഞ്ജി പണിക്കറുണ്ട്. എൻ്റെ ദൈവമേ, ബേസിൽ ജോസഫിൻ്റെ മൂവി ഗോദയ്ക്കകത്ത് രഞ്ജി പണിക്കർ വെച്ചേക്കുന്ന ആ ക്യാരക്ടർ, ആ റോൾ, ആ സെയിം റോളാണ്, പക്ഷേ ഒരു സ്പൂഫ്, ഒരു ഊക്കി വെച്ചേക്കുന്ന ആ സെയിം ക്യാരക്ടർ. അതിൻ്റെ അകത്ത് പുള്ളി റെസ്ലിംഗ് കോച്ചായിരുന്നു. ഇതിൻ്റെ അകത്ത് പുള്ളി എന്തോ നമ്മുടെ കളരി കോച്ചാണ്. എൻ്റെ ദൈവമേ, ഇത്ര ഒരു പൊട്ട ഊള ക്യാരക്ടറായിട്ട് പ്ലേ ചെയ്തേക്കുന്ന രഞ്ജി പണിക്കർ. പിന്നെ അത് കഴിഞ്ഞ് ഇതിൻ്റെ അകത്ത് തൻവീരാമുണ്ട്. ഇതിനകത്ത് പുള്ളിക്കാരത്തി എന്താണ് കാണിച്ചു വെച്ചേക്കുന്നത്? ചുമ്മാ ഒരു ആവശ്യമില്ലാത്തൊരു റോളും. ആനന്ദ് മന്മഥൻ ഒരു ഗുണ്ടയായിട്ട് അത് വന്ന് കോമഡി കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ക്രിഞ്ച് കോമഡി. ഇവരൊക്കെ എന്തിനീ മൂവി എടുത്തേക്കുന്നത്? എനിവേസ്, ബട്ട് ദ വേഴ്സ്റ്റ് തിങ് അബൌട്ട് ദിസ് മൂവി ഇസ് ദാറ്റ് ഈ മൂവിക്കകത്ത് ജാൻവി കപൂർ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നതൊക്കെ മലയാളത്തിലാണ്. ബിക്കോസ് ഷീ ഈസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ കേരള. ഷീ ഈസ് എ പ്രോപ്പർ മലയാളി. ഈ പുള്ളിക്കാരത്തി എന്ന് വെച്ചാൽ ഇങ്ങനെ നോർത്ത് ഇന്ത്യയിൽ ജനിച്ച് വളർന്ന് നാട്ടിൽ വന്ന് ബ്രോക്കൻ മലയാളം പറയുന്നത്, അല്ലെ NRI ആ നാട്ടിൽ വന്ന് ബ്രോക്കൻ മലയാളം പറയുന്നത്, അങ്ങനെയല്ല. ജനിച്ച് വളർന്നത് കേരളത്തിലാണ്. എന്നിട്ട് ഈ പുള്ളിക്കാരത്തി ഇതിൻ്റെ അകത്ത് മലയാളം പറയുമ്പോഴത്തേക്ക് നോൺ സൗത്ത് ഇന്ത്യൻ ആൾക്കാർക്ക് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അവർക്ക് നോർമലായിട്ട് തോന്നും. പക്ഷേ മലയാളം അറിയാവുന്നവർ നമ്മൾ അമ്മാവ വേണം അപ്പം വരും, അമ്മാവ വേണം അപ്പം വേണം, എവിടെയാണ് അമ്മാവ ഇവരെ ഭയങ്കര പ്രശ്നമാണ് അമ്മാവ. ഇങ്ങനത്തെ മലയാളമാണ് ഇതിൻ്റെ അകത്ത് പറയുന്ന പുള്ളിക്കാരത്തി. നാച്ചുറൽ മലയാളമാണ്. ഇനി നമ്മളൊക്കെ മലയാളം പഠിച്ച തെറ്റാണോ? ആയിരിക്കും. നോട്ട് ജസ്റ്റ് ജാൻവി, ബട്ട് ജാൻവിയുടെ ഒരു ലിറ്റിൽ സിസ്റ്ററായിട്ട് പ്ലേ ചെയ്യുന്ന ഒരു ചൈൽഡ് ആക്ട്രസ് ഉണ്ട്, അതും ഇങ്ങനെ തന്നെ. പിന്നെ ജാൻവിയുടെ മുറച്ചർക്കനായിട്ട് പ്ലേ ചെയ്യുന്ന ഒരാളുണ്ട്, അതും ഇങ്ങനെ തന്നെ. പൊളിഞ്ഞ മലയാളം. ഇവർക്ക് ഡബ്ബിങ്ങിൻ്റെ കോൺസെപ്റ്റ് അറിയത്തില്ല. ഈ ഏത് മനുഷ്യനാണ് ഈ ക്രിയേറ്റീവ് ഗോ ഹെഡ് കൊടുത്ത് ഈ ഐഡിയയ്ക്ക് വേണ്ടി നമുക്ക് ഇവരെ കൊണ്ട് തന്നെ മലയാളം പറയിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജാൻവി കപൂർ രഞ്ജി പണിക്കറിനോട് മലയാളം പറയും. രഞ്ജി പണിക്കർ ഓക്കെ മലയാളം പറയുമ്പോൾ നോർമൽ ഒരു മലയാളം പറയുന്നതിലൂടെയാണ്. പക്ഷേ ജാൻവി കപൂർ ക്രിഞ്ച് സംഭവം എന്ന് വെച്ചാൽ ഈ മൂവി OTT ഇറങ്ങുമ്പം ഇതിനെ റോസ്റ്റ് ചെയ്യുന്ന 100,000 വീഡിയോസ് ഇറങ്ങുമെന്ന് ഞാൻ ഇപ്പം തന്നെ എഴുതി പറയും. പത്തറ്റിക് സംഭവമാണ് ഗൈസ്. അത് കഴിഞ്ഞ് ഈ മൂവിക്കകത്ത് കുറേ കോമഡി ഉണ്ട്. പക്ഷേ ഈ കോമഡി എല്ലാം ബേസ്ഡ് ഓൺ സ്റ്റീരിയോ ടൈപ്പാണ്. ക്രിഞ്ച് സ്റ്റീരിയോ ടൈപ്പ്. മലയാളി ആൾക്കാരുടെ ട്രഡീഷൻസും കൾച്ചറും ഇതിനെയൊക്കെ അങ്ങ് ഊക്കി വെച്ചേക്കുവാണ് ഈ മൂവിക്കകത്ത്. ഇതിൻ്റെ അകത്ത് കാണിച്ചേക്കുന്ന ജാൻവി കപൂർ നൈറ്റ് ഡ്രസ്സ് ഒക്കെ ഇട്ടുകൊണ്ട് കോക്കനട്ട് ട്രീയുടെ മേളിൽ കയറി കോക്കനട്ടൊക്കെ പറിച്ചെടുക്കുവാണ്. ഇതൊക്കെ എന്തുവാണ്? ഇതൊക്കെ നമ്മുടെ നാട്ടിൽ എവിടെയാണ് കാണുന്നത്? നമുക്ക് കോക്കനട്ടിൻ്റെ മേളിൽ കയറാൻ നമുക്ക് ആൾക്കാരില്ലേ? അതും അവർ കയറുന്നതെന്ന് വെച്ചാൽ കയറൊക്കെ ഉപയോഗിച്ച്, അല്ലെ ഇപ്പോൾ ഒക്കെ നോക്കിയാൽ മഷീനൊക്കെ ഉപയോഗിച്ച്. ഇതിൻ്റെ അകത്ത് പുള്ളിക്കാരത്തി ചുമ്മാ അത് സ്പൈഡർമാൻ കയറുന്നതിൻ്റെ മേളിൽ കയറി ഇരിക്കുവാണ്. ദൈവമേ, മൊബൈൽ ഫോണിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞ സാധനമില്ല കേരളത്തിൻ്റെ അകത്ത്. ഈ മൂവിക്കകത്ത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന് ഇയാൾ ചോദിക്കുന്നത് എനിക്ക് മൊബൈൽ ഫോണിൻ്റെ റേഞ്ച് കിട്ടുന്നില്ല, ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ജാൻവി കപൂർ പറയുവാണ് അതാണ്ട് ആ കോക്കനട്ട് ട്രീയുടെ മേളിൽ കയറി നിന്നു, അവിടെ 5G കിട്ടുമെന്ന്. ഇങ്ങനത്തെ ഉള്ള സംഭവങ്ങളാണ്. പിന്നെ ഇവർ ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരാളിനെ കാണുക. ഈ ആളിനെ കാണുമ്പോഴത്തേക്ക് ടിപ്പിക്കൽ സൗത്ത് ഇന്ത്യൻസിൻ്റെ ഒരു പെർസീവ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ലുക്കില്ലേ, ഡാർക്ക് കോംപ്ലക്ഷൻ,
അങ്ങനത്തെ ഒരാളിനെ കണ്ടപ്പോഴത്തേക്ക് ഇത് മലയാളിയായിരിക്കും, നമുക്ക് മലയാളത്തിൽ സംസാരിക്കാമെന്ന് പറഞ്ഞ് ഇവർ മലയാളത്തിൽ സംസാരിച്ചപ്പോൾ ആ പുള്ളിക്കാരൻ ഹറിയാണയെന്നാണ്. ഇങ്ങനത്തെ സ്റ്റീരിയോടൈപ്പാണ് ഈ മൂവിക്കകത്ത് കാണിച്ചേക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് കള്ളുകൂടി കേരളത്തിനെ കാണിച്ചേക്കുന്നത് വെച്ചാൽ കേരളത്തിൻ്റെ അകത്ത് എല്ലാ മനുഷ്യനും രാവിലെ മുതൽ വൈകിട്ട് വരെയും കള്ളുകൂടിയാണ്. ടോഡി ഇവർ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുന്നു, ടാക്സി പിടിക്കുന്നു, ടാക്സിക്കാരൻ വണ്ടിക്കകത്തിരുന്ന് കള്ളടിയാണ്. ആൾക്കാർ ചുമ്മാ റോഡിൽ നടക്കുന്നു, ഇവരുടെയൊക്കെ കയ്യിൽ കള്ളുകൂപ്പിയാണ്, കള്ളും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് സിദ്ധാർത്ഥ് മൽഹോത്ര ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിയുടെ പ്രോട്ടീൻ ഷേക്കറിനകത്ത് കള്ള് നിറച്ച് പുള്ളിയും കള്ളും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കള്ള് എല്ലായിടത്തും കള്ള്, രാവിലെ മുതൽ വൈകിട്ട് വരെ എല്ലാവരും കള്ളു കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എവിടെയാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്? പിന്നെ അത് കഴിഞ്ഞ് ഇവർ ഓണം റിലീസാണ് ഈ മൂവി. അപ്പോൾ ഓണത്തിൻ്റെ ഫുൾ ഒരു ബാക്ക്ഡ്രോപ്പ് കാണിച്ചിട്ടുണ്ട്. ഓണത്തിൻ്റെ അകത്തുള്ള ഗെയിംസ്, ഓണത്തിൻ്റെ അകത്തുള്ള കളികൾ, സ്പോർട്സ്, നമ്മുടെ ബോട്ടിങ്, ലെമൺ സ്പൂൺ റേസ്, അങ്ങനത്തെ വടം വലി, കുറേ സംഭവങ്ങൾ ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട്. സോ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നോൺ സൗത്ത് ഇന്ത്യൻ ആൾക്കാർക്ക് ഇതൊക്കെ നല്ല രസമായിരിക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇത് കാണിച്ച് വെച്ചേക്കുന്ന ക്രിഞ്ച് വേലാണ്. ഇതൊക്കെ ഈ സ്റ്റുപ്പിഡിറ്റി കണ്ട എനിക്ക് ചിരി വന്ന്. പക്ഷേ ഐ വാസ് സാഡ്. ഐ മീൻ അറ്റ് ഹൗ ദേ ആർ ഷോയിങ് തിങ്സ് ഇൻ എ വെരി ഫോൾസിഫൈഡ് മാനർ ടു ജനറേറ്റ് കോമഡി ആൻഡ് എൻ്റർടൈൻമെൻറ്റ്. ടു കൺക്ലൂഡ്, സ്റ്റീരിയോടൈപ്പ് ബുൾഷിറ്റുകൾ നിറഞ്ഞ ഒരു ലോ ക്ലാസ്, തേർഡ് ക്ലാസ് മൂവി. ഈ മൂവിക്കകത്ത് സ്റ്റോറി പോരാ, ഈ മൂവിക്കകത്ത് ആക്ടിങ് അൺസൈക്കബിൾ, ഈ മൂവിയുടെ ഹോൾ കോൺസെപ്റ്റ് സ്റ്റീരിയോടൈപ്പ്. It's better that you guys avoid this film. I will be back with another review, another video. Till then, take care. Goodbye.